ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ത്രെഡിൽ. അപ്പോൾ നമ്മൾ ആരി വർക്കൊക്കെ പഠിച്ച് തുടങ്ങി. അപ്പോൾ ആരി നീഡിൽ നമുക്ക് എങ്ങനെ ഒന്ന് വൈൻഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ആരി നീഡിൽ വേണമല്ലോ. നീഡിലും പൈപ്പിംഗ് ത്രെഡും എടുത്തിട്ടുണ്ട്. ഈ പൈപ്പിംഗ് ത്രെഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ചെറിയ റേറ്റിൽ നമുക്കൊരു 4 ബണ്ടിൽ ഇതുപോലത്തെ 4 റോള് പൈപ്പിംഗ് ത്രെഡ് കിട്ടുമേ. നിങ്ങൾ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. നോർമലായിട്ട് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. നോർമൽ ഫെവിക്കോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ എടുക്കാം. അതുപോലെ B7000 ഗ്ലൂ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാം. പൈപ്പിംഗ് ത്രെഡിന് ഇനി ഫാബ്രിക് ഗ്ലൂ ഒട്ടുമെന്ന് എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. B7000 ഒട്ടുമായിരിക്കും. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ ഉള്ളവർ ഫെവിക്കോൾ ഇല്ലാത്തവർ അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഫെവിക്കോൾ അല്ലെങ്കിൽ പശ കുറച്ച് അറ്റത്തൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ത്രെഡ് ഏതാണോ ത്രെഡ് എടുത്തേക്കുന്നത് ആ ത്രെഡിനെ ഒന്ന് കുറച്ച് ഉള്ളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മണ്ടേ കൂടെ, അതായത് അതിൻ്റെ മുകളിൽ കൂടെ ചുറ്റി കൊടുക്കുക. നല്ലപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കണം. അടുപ്പിച്ചടുപ്പിച്ച് ലൂസ് വരാൻ പാടില്ല. കാരണം നമ്മൾ കൈ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഊരിപ്പോരും. അങ്ങനെ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ലൂസ് വരാതെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പശയും തേച്ച് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അതുപോലെ പൈപ്പിംഗ് ത്രെഡ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മെഷീൻ ത്രെഡ് എടുക്കാം. അതല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് എടുക്കാം. അതും അല്ലെങ്കിൽ ആങ്കർ ത്രെഡ് ഉണ്ടല്ലോ, എംബ്രോയ്ഡറി ചെയ്യുന്ന ആങ്കർ ത്രെഡ്, അതും എടുക്കാം. അപ്പോൾ ഈ മെഷീൻ ത്രെഡും സിൽക്ക് ത്രെഡും ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ചധികം ഇഴ എടുക്കുക. അതായത് ഇപ്പോൾ പൈപ്പിംഗ് ത്രെഡ് കണ്ടില്ലേ, കുറച്ച് കനമുണ്ട്. അതുകൊണ്ട് ഒറ്റ ലൈനിൽ തന്നെ നമുക്കതങ്ങ് മൊത്തത്തിൽ ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കനം വേണം. കനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഷീൻ ത്രെഡ് ഒരു 8 or 10 തവണ ഒന്ന് എന്താ പറയുക, ഇഴയെടുത്തിട്ട് അതൊന്ന് ചുറ്റി കൊടുക്കുക. മെഷീൻ ത്രെഡൊക്കെ ആകുമ്പോൾ സാധാരണ പശ ഫാബ്രിക് ഗ്ലൂ ഒക്കെ ആകുമ്പോൾ ഒട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. പൈപ്പിംഗ് ത്രെഡ് ചിലപ്പോൾ ഒട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പം മൊത്തം നല്ല ടൈറ്റായിട്ട് വൈൻഡ് ചെയ്തെടുക്കണം. നമ്മൾ കയ്യിൽ ഒരുപാട് പിടിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒട്ടും അത് ലൂസായി പോകരുത്, ഊരി വരികയൊന്നും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പശ തേച്ച് കൊടുത്താണ് ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നത്. അതുപോലെ സിൽക്ക് ത്രെഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം സിൽക്ക് ത്രെഡ് ആകുമ്പോൾ കുറച്ചധികം ഒരു 10 or 20 തവണ ചുറ്റിയെടുത്ത്, അതായത് ഇഴയെടുത്തിട്ട് അതിനെ ചുറ്റി കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കുറച്ചധികം തവണ ചിലപ്പം ചുറ്റേണ്ടി വരും, മണ്ടേ ആ ഒരു കനം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ അറ്റത്തെത്തുമ്പോഴും കുറച്ച് പശ തേച്ചിട്ട് കുറച്ചധികം ത്രെഡ് ബാക്കി നിർത്തി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, പശയും കൂടെ തേച്ചിട്ട്. ഇല്ലെങ്കിൽ ഊരി പോവാതിരിക്കാനായിട്ട് കുറച്ചധികം പശയൊക്കെ തേച്ച് ഒന്ന് ഒട്ടിച്ച് വെക്കണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ 2-3 ടൈപ്പ് ഒരേപോലത്തെ പശയൊക്കെ ഉണ്ട്, അതായത് ഒരേപോലത്തെ നീഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ പല ടൈപ്പ് മെഷീൻ ത്രെഡ് ഉപയോഗിക്കുക. പല കളർ മെഷീൻ ത്രെഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പല കളറ് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചോ വൈൻഡ് ചെയ്തെടുക്കാം. തമ്മിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാരണം അത് വൈൻഡ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുമല്ലോ, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല കളർ മെഷീൻ ത്രെഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് കൊടുത്തതിൻ്റെ മണ്ടേ കൂടെ മെഷീൻ ത്രെഡ് ഉപയോഗിക്കാം. അപ്പം ഞാനിതിനകത്ത് ഒരു 23 നമ്പർ ടുലിപ്പ് നീഡിൽ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടേ കൂടെ ഒരു സിൽക്ക് ത്രെഡും കൂടെ ഒന്ന് വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ആരി വർക്ക് പഠിച്ച് തുടങ്ങിയ ഡേ ബൈ ഡേ, അതായത് ഞാൻ പഠിപ്പിക്കുന്നതല്ല, ഞാനും പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങൾക്കും ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യത്യാസം വന്നിട്ടുള്ള, എനിക്ക് സ്പീഡ് കൂട്ടാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഡേ ബൈ ഡേ പഠിക്കുന്നത് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ആരി വർക്ക് പഠിച്ചെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ 23 നമ്പർ നീഡിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സിൽക്ക് ത്രെഡും കൂടെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് ഒന്ന് വെറുതെ ചുറ്റി കൊടുത്തിട്ടേ ഉള്ളൂ. ടൈറ്റ് ചെയ്ത് അങ്ങനെ അടുപ്പിച്ചൊന്നും വൈൻഡ് ചെയ്തെടുത്തിട്ടില്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ കണ്ടില്ല, കുറച്ചധികം ഇങ്ങനെ മടക്കി എടുത്തിട്ട് അത് ചുറ്റി കൊടുത്തേക്കുന്നത്. അപ്പോൾ മൊത്തം ഞാൻ ഈ നീഡിലെല്ലാം ഒന്ന് വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നീഡിലിൻ്റെ റിവ്യൂ ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കാം. മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്.
അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ അതിനകത്ത് അതായത് കോഡ് നമ്പറൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആരി വർക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കിറ്റിൻ്റെ കാര്യം ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അതും താല്പര്യമുള്ളവർ പോയി കാണുക. എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് പോയി കാണുക. നമുക്ക് ആരി വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് വേണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.